സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സരുൺ സജി 2 വർഷമായിട്ട് ഈ പോരാട്ടം നടത്തുകയാണ്. സർക്കാർ ഇപ്പോഴും ഈ വനപാലകർക്കൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാട്ടിറച്ചി വാഹനത്തിൽ കൊണ്ടുവച്ച് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ച് റിമാൻഡിലിടുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും സരുണിൻ്റെ വാദം കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇനി സരുൺ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു നിയമപരമായി. അപ്പോൾ നിയമപരമായിട്ടും ഒപ്പം തന്നെ പ്രതിഷേധത്തിന്റെ മാർഗത്തിലുമാണ് സരുൺ സജി, അങ്ങനെയല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് വകുപ്പുതല അന്വേഷണത്തിലടക്കം തെളിയുകയും പിന്നീട് സരുൺ സജി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുമ്പോൾ അന്നു മുതൽ ഇന്നുവരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് പോലീസും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത്. സരുൺ സജി പരാതി നൽകിയതിനു ശേഷം 77 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് കേസെടുക്കാൻ തയ്യാറാകുന്നത്. അതും SC/ST കമ്മീഷന്റെ ഇടപെടൽ കൊണ്ട് 2022 ഡിസംബർ മാസം 5-ാം തീയതിയാണ് കേസെടുക്കുന്നത്. ആ കേസെടുത്തതിന് ശേഷം മറ്റ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ആ ജാമ്യാപേക്ഷയെല്ലാം തള്ളുന്നു. അവർ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്നു. ഈ DFO ആയിട്ടിരിക്കുന്ന ഒരാൾ മാത്രം ഹൈക്കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാതെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി സർക്കാരിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചു. അപ്പോൾ സർക്കാരാണ് പറഞ്ഞത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന്. ആ സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിട്ടായിരുന്നു DFOയ്ക്ക് ജാമ്യം അനുവദിക്കുന്നത്. എന്നാൽ ജാമ്യം അനുവദിച്ച ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം വകുപ്പ് തല നടപടി നേരിട്ട് സസ്പെൻഷൻ മാത്രമാണ്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ അവരിപ്പോൾ ജോലിയിൽ പ്രവേശിക്കുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ ചാർജ് ഷീറ്റ് കോടതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിന്റെ ഒരു അനുമതി ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ ഫയൽ വനംവകുപ്പിന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ അതിന് മുകളിൽ അടയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. അതാണ് ഇന്നുവരെ ചെയ്തു വന്നിട്ടുള്ളത്. ഇനിയും തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി എത്തിയതുകൊണ്ടാണ് സരുൺ സജി വ്യക്തമാക്കുന്നത് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വീണ്ടും അനിശ്ചിതകാല നിരാഹാരം കുടുംബത്തോടൊപ്പം തുടരുക എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സരുൺ സജിക്ക് നേരിട്ടത് കുറ്റം ചെയ്യാത്ത ഒരു ആദിവാസി ചെറുപ്പക്കാരന് നേരിടേണ്ടി വന്നത് ജയിലിലടക്കുക എന്നുള്ളത് മാത്രമല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഒരു വ്യാജ പ്രചരണങ്ങൾ നടത്തി അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം ചേർത്ത് നഷ്ടപരിഹാരം വേണം എന്ന ആവശ്യം ഉന്നയിച്ചു മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനിലിരിക്കുന്ന ഈ കേസിൽ പലപ്പോഴും ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. അവർ ഓരോ തവണയും വന്ന് ഓരോ കാരണങ്ങൾ പറയുന്നു. അതിന് മറുപടി സരുണിനോട് ചോദിക്കും. ഏതാണ്ട് 10 തവണ സിറ്റിംഗിന് ഹാജരായിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ സരുൺ സജി നേരിട്ട് അഡ്വക്കേറ്റ് മുഖേന എഴുതി കൊടുത്തിരിക്കുന്നു. തങ്ങളുടെ ഈ കേസ് പിൻവലിക്കണം, തങ്ങൾക്ക് ഹൈക്കോടതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമ സംവിധാനങ്ങളിൽ നിന്ന് ഫയലിന് മുന്നിൽ അടയിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും മന്ത്രിയോടും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് ഒരു സോഷ്യലിസ്റ്റുകാരൻ കൂടിയാണല്ലോ. എന്താണല്ലോ പൊതുവെ അങ്ങയുടെയും നമ്മളുടെയും ഒക്കെ വിശ്വാസം. ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ കണ്ണീര് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആ വലിയ പ്രത്യേകതയൊന്നുമില്ല ആ രാഷ്ട്രീയത്തിന്. ഇവിടെ സരുൺ സജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം നീതി തേടി നടക്കുകയാണ്. ആ ഫയൽ ഇപ്പോഴും അങ്ങയുടെ ഓഫീസിലുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് സരുൺ സജിക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്, നഷ്ടപരിഹാരം കൊടുക്കാത്തത്? 10 ദിവസമാണ് ചെയ്യാത്ത കുറ്റത്തിന്, അതും കള്ളക്കേസിൽ കുടുക്കി വനപാലകരുടെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ ഒരു മനുഷ്യൻ അവന്റെ മാനാഭിമാനം പണയം വെച്ചത്.